ഉം. നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് ഉള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, കറണ്ട് ഒരു ട്രെൻഡ് എന്താണ്, കറണ്ട് ഒരു സെന്റിമെന്റ് എന്താണ്, നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു ട്രെൻഡ് മാനേജ് ചെയ്യാം. നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളത് സൂചിപ്പിച്ചിരുന്നു, ലോങ് ടൈം ട്രെൻഡ് നെഗറ്റീവ് ആണെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. നിഫ്റ്റിയിലായാലും ഇനിയൊരു ബൗൺസിന് സാധ്യതയുണ്ടെങ്കിൽ 21,800 അടുത്തുനിന്ന്, അതായത് മേജർ സപ്പോർട്ട് ലെവലിൻ്റെ അടുത്തു നിന്നാണ്, അല്ലെങ്കിൽ 21,500 അടുത്തു നിന്നാണ് നിഫ്റ്റിക്ക് ഒരു ബൗൺസിന് സാധ്യത എന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ നിഫ്റ്റിയിലും ഒരു വലിയൊരു ബൗൺസാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻട്രാഡേ സെക്ഷനിൽ നടത്തിയിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇൻട്രാഡേ സെക്ഷനിലായാലും ആ ഒരു ബൗൺസ് നടത്തിയപ്പോൾ നിഫ്റ്റിയിലും എക്സാക്റ്റ് ആയിട്ട് ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ തന്നെയാണ് നിഫ്റ്റി അത് നിലനിർത്തിയിരുന്നത്. നിഫ്റ്റിയിലും നമ്മൾ ഒരു ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ എന്ന് സൂചിപ്പിച്ചിരുന്നാലും നിഫ്റ്റിയിലും നമുക്കൊരു ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ലെവൽ അനുസരിച്ച് നൽകിയിരുന്നില്ല. അതായത് നമുക്ക് 22,030 നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. 22,030 മുകളിലായിരുന്നു നിഫ്റ്റിയുടെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. അതിനുശേഷം റെസിസ്റ്റൻസ് ആയാലും നമ്മൾ നൽകിയിരിക്കുന്നത് 22,100 നിഫ്റ്റിയിലും അതിൻ്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാലാണ് ഫാൾ ആക്റ്റീവ് ആകുന്നത്. പക്ഷെ നമ്മൾ നൽകിയിരിക്കുന്ന ഒരു ലെവൽ അനുസരിച്ച് നിഫ്റ്റിയിലും ഒരു ഫാൾ ആക്റ്റീവ് ആയിരുന്നില്ല. അതിനുശേഷം നിഫ്റ്റിയിലും സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്പ് മൂവ്മെന്റ് ആയിരുന്നു. സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ ഇപ്പോൾ 22,200 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകളൊക്കെ വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഒരു സിറ്റുവേഷൻ എന്താണ്, ഈ ഒരു സിറ്റുവേഷൻ നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും ഇതൊരു ഡെയിലി ടൈം ഫ്രെയിമിലാണ്. നിഫ്റ്റിയിലും കുറച്ചൊരു കൺജസ്റ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു ബൈയുടെ മൊമെന്റം മുകളിലേക്കായാലും നിഫ്റ്റി നമ്മൾ നൽകിയിരിക്കുന്ന റെസിസ്റ്റൻസിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റെസിസ്റ്റൻസിന്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ആയാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു ട്രെൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് കൃത്യമായിട്ടൊരു പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. കറണ്ട് ഒരു ട്രെൻഡ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക ബോത്ത് സൈഡിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലായാലും നിഫ്റ്റിയിൽ റിവേഴ്സ് ആയപ്പോൾ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു, ബോത്ത് സൈഡിലേക്കുള്ളൊരു ട്രേഡ് യൂട്ടിലൈസ് ചെയ്യണം. കാരണം നിഫ്റ്റിയിലായാലും കറണ്ട് ഒരു സെറ്റപ്പ് അങ്ങനെയാണ്. ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഷോർട്ട് സെൻറ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക, ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെയായിരുന്നു ആ ഒരു സെൻറ്റിമെൻറ്റിൽ. പക്ഷേ ഈ ഒരു സെൻറ്റിമെൻറ്റിലായാലും ഇപ്പോഴത്തെ ഒരു രീതിയിലായാലും തൽക്കാലം ഇതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്യുക. നിഫ്റ്റിയിലെ ഒരു ലോങ് ടേം വ്യൂ 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. കൃത്യമായിട്ടുള്ളൊരു ലെവൽ, കൃത്യമായിട്ടുള്ളൊരു ട്രെൻഡ് അപ്ഡേറ്റ് ചെയ്യും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട്, ഇൻട്രാഡേ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരുപാട് പ്രഡിക്ഷൻസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. നമുക്കൊരു വലിയൊരു ഫാളൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മളൊരു വലിയൊരു ഫാള് നമ്മൾ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സിലൊക്കെ നമ്മൾ നൽകിയിരുന്നതാണ്. അപ്പം അതിനുശേഷമായാലും നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഈ 21,800 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ നമ്മളൊരു ബൈരൊരു സെൻറ്റിമെൻറ്റിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. അപ്പം അതിനുശേഷമായാലും നമ്മളൊരു റിവേഴ്സൽ തന്നിരിക്കുന്നത് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു റിവേഴ്സൽ നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മുടെ ഒരു പ്രഡിക്ഷൻസ് ആയാലും ഏതെങ്കിലും ഒരു സമയത്ത് ഒരു ഫെയിലിയർ ആയാലും കൂടുതൽ സമയങ്ങളിൽ നമുക്കതൊരു ആക്യുറസിയിൽ അത് കിട്ടും. വരും ദിവസം ഒരു അപ്ഡേറ്റുകളൊക്കെ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് അതിൽ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റികൾ, വലിയൊരു ഓപ്പർച്യൂണിറ്റികൾ, മുകളിലേക്കുള്ള ഒരു ബൈഡ് ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ നിന്ന് എപ്പോഴും ആ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ റിവേഴ്സലും നമുക്കത്, അതേപോലെ തന്നെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് തന്നെ നമുക്കൊരു ബൈഡ് ഓപ്പർച്യൂണിറ്റികളൊക്കെ പലതവണ നമ്മളത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും വീഡിയോസ് ശ്രദ്ധിക്കുക. വരും ദിവസത്തെ ഓരോ ദിവസത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് ഏതൊക്കെയാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് നോക്കാം. 22,300 ഇൻട്രാഡേയിൽ അതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ടത് നിഫ്റ്റിയുടെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ നിലനിർത്താനായിട്ട് അത്യാവശ്യമാണ്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും 22,300 സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടോ നോക്കുക. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിൽ അല്ലെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ബൈർ ഓപ്പർച്യൂണിറ്റി ആയാലും ചെറിയ ടൈം ഫ്രെയിമിൽ ഹൈ ബ്രേക്ക് ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം.
ഈ ഒരു ലോ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. റൈറ്റ് ആയിട്ടുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും സപ്പോർട്ടിൽ വന്നതിന് ശേഷം ലഭിക്കുന്ന ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി. പക്ഷേ 22,300 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത നിഫ്റ്റിയിലായാലും ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ ലോവർ ലെവലായാലും ആക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കാം. അതായത് ഇവിടെ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു 22,300 താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിൻ്റെ ഒരു പ്രഷർ മാർക്കറ്റിൽ വരും. 22,275 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് വീണ്ടും 22,300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ബൈക്ക് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ തിരിച്ച് ഇതിൻ്റെ ഒരു മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ആ ഒരു ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് 22,275 താഴെയാണ്, ഇത് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ വീക്ക്നെസ് ആണ്. അല്ലെങ്കിൽ ഇതൊരു മുകളിലാണെങ്കിൽ, കാരണം ഇതൊരു സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ എപ്പോഴും ബൈക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. 22,300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക, അതിനനുസരിച്ച് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 22,275 ഒരു താഴെ സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു സപ്പോർട്ടുകൾ കാണുന്നത് 22,230, 200 സപ്പോർട്ട് ലെവൽ കാണുന്നത്. 200 ഹോൾഡ് ചെയ്ത് 230 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് അടുത്തൊരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 22,275 ഒരു താഴെ നിഫ്റ്റിയിൽ ഇൻട്രാഡേയിൽ വീക്ക്നെസ് ആയിരിക്കും. അതേപോലെ തന്നെ 22,300 താഴെ ഇൻട്രാഡേയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. റൈറ്റ് ഒരു സപ്പോർട്ടിൻ്റെ അടുത്ത് കിട്ടുമ്പോൾ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. എപ്പോഴും കൃത്യമായിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ട്രേഡ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയിലും കഴിഞ്ഞ ദിവസങ്ങളായാലും ബാങ്ക് നിഫ്റ്റിയിലും വലിയൊരു ബൗൺസ് ആണ് ബാങ്ക് നിഫ്റ്റിയിലും മുകളിലേക്കായാലും നടത്തിയിരിക്കുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. ഇതൊരു റെസിസ്റ്റൻസ് ലെവലിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരും ദിവസം ഇതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും നമുക്ക് ഏതാണ് എക്സാക്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഇപ്പോൾ ഹയർ ലെവലിലേക്ക് വേറെ പ്രത്യേകിച്ച് ലെവലുകൾ നൽകാനായിട്ട് സാധിക്കില്ല. 22,200 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഇതാണ് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിലായാലും 22,200 ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. 47,120 സപ്പോർട്ട് ഉണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ തൊട്ടടുത്താണ് സപ്പോർട്ട് ലെവൽ നമ്മൾ നൽകിയിരിക്കുന്നത്. ജസ്റ്റ് ഒരു 100 പോയിന്റ് ഡിഫറൻസിലാണ്. പക്ഷെ ഇതിലൊരു താഴെ വന്നാൽ വീക്ക്നെസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയാണ് ഒരു സപ്പോർട്ട് ലെവൽ നൽകാനായിട്ട് സാധിക്കുള്ളൂ. കാരണം ക്വിക്കായിട്ട് ചിലപ്പോൾ ഈ ഒരു ലെവലും കൂടി ബ്രേക്ക് ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ഒരു സാധ്യതയുണ്ട്. 47,000 അടുത്താണ് 47,000 അടുത്താണ് ഇനി ആ ഒരു സപ്പോർട്ട് വരുന്നത്. ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ 46,900 ഇതും തൊട്ടടുത്തൊരു സപ്പോർട്ടാണ്. ഇതൊരു റേഞ്ച് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യും. 46,900 സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് 47,010 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെയാണെങ്കിൽ എപ്പോഴും വീക്ക്നെസ് ആണ്. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും സപ്പോർട്ടിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ആയാലും ചിലപ്പോൾ ഒരു ബൗൺസ് കിട്ടിയേക്കാം. റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി. 47,120 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സാധ്യതയുണ്ട്. ഹയർ ലെവലിൽ നമുക്കൊരു ചെറിയ ടൈം ഫ്രെയിമിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും സപ്പോർട്ടിൻ്റെ ലെവലിൻ്റെ താഴത്തേക്ക് നിലനിന്നാൽ മാത്രമാണ് ഷോർട്ട്സിൻ്റെ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവലിൽ ഹയർ ലെവൽ റെസിസ്റ്റൻസ് നൽകാത്തത് ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. നമുക്കിവിടെ ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നൽകി അത് വർക്ക് ചെയ്യാനായിട്ട് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് 47,200 ഹോൾഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അത് മാത്രമാണ് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധ്യത കാണുന്നത്. ഇപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഈ ഒരു ലെവലുകൾ അനുസരിച്ച് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുക. ഒരു ദിവസം ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയർ കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.